ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സേമിയ കസ്റ്റാർഡ് ഫലൂദയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നോമ്പ് മുറിച്ച ഉടനെ ഇതിലൊരു ഗ്ലാസ് മതി. വിശപ്പും ദാഹവും ഒക്കെ പമ്പ അടക്കും. അതിനായിട്ട് 2 ഓവർ പാൽ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാനായിട്ട് സേമിയ എടുത്തിട്ടുണ്ട്. പാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്തിട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല കുറുകിയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കാതെ അതേപോലെ കുറുകിയതുപോലെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പിന്നെ ഇതിലേക്ക് ഫ്രൂട്ട്സ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം. ഞാൻ ഇതിലേക്ക് ആപ്പിളും പഴവും മാംഗോയും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സേമിയ കസ്റ്റാർഡ് ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ വിശപ്പും ദാഹവും ഒക്കെ പമ്പ അടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.